ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ടാകും. യൂട്യൂബ് ഹാൻഡിൽസ് അവൈലബിൾ ഇൻ അഡീഷണൽ ലാംഗ്വേജ് എന്നെല്ലാം പറഞ്ഞൊരു മെയിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണുക. എനിക്കിപ്പോൾ ഇത്തരത്തിലൊരു മെയിൽ വന്നിട്ടുണ്ട്. എൻ്റെ 2 ചാനലിലും ഇതുപോലെ 2 മെയിൽ ഐ ഡിയിലും ഈ ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇപ്പോൾ പറയുന്നത് എന്ന് നോക്കാം. വി ആർ എക്സ്പാൻഡിങ് ലാംഗ്വേജ് സപ്പോർട്ട് ഫോർ യൂട്യൂബ് ഹാൻഡിൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ഹാൻഡിൽസിൽ ഇപ്പോൾ പലവിധ ലാംഗ്വേജ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് ലാംഗ്വേജ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഇപ്പോൾ തന്നിട്ടുണ്ട്. നമുക്കിത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ലാംഗ്വേജ് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞ് ഇത്രയും ലാംഗ്വേജ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മലയാളവും ഇൻക്ലൂഡഡ് ആണ്. അതിനാൽ തന്നെ ഇനി നിങ്ങൾക്ക് ഹാൻഡിൽ നെയിം എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ, ഇത് മലയാളത്തിലെല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം സാധിക്കുമെന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹാൻഡിൽ നോർമലായി നമ്മുടെ ഹാൻഡിൽ നെയിം, നമ്മുടെ ചാനൽ നെയിം എന്താണോ അതേ നെയിം തന്നെയായിരിക്കും നമുക്ക് റിസർവ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അതിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് നേരത്തെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്പേഴ്സ് എല്ലാം കൊടുത്തെല്ലാമായിരിക്കും ആ ഒരു ഹാൻഡിൽ നെയിം എല്ലാം കിട്ടുക. ഈ വന്നിരിക്കുന്ന മെയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ നിലവിലുള്ള ഹാൻഡിൽ നെയിം ഇത് ഇവിടെ റിവ്യൂ യുവർ ഹാൻഡിൽ എന്നതിൽ ടാപ്പ് ചെയ്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് തന്നെയാണ്. എൻ്റെ ചാനൽ നെയിമും നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് തന്നെയാണ്. അപ്പോൾ ഹാൻഡിൽ നെയിം അതുപോലെ ഈ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇത് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലേക്കെല്ലാം മാറ്റണമെങ്കിൽ ഇവിടെ ചേഞ്ച് ഹാൻഡിൽ എന്ന് കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ എനിക്ക് ഇതിൽ ചേഞ്ചസ് എല്ലാം വരുത്താം. ഇനി മറ്റു ലാംഗ്വേജിൽ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മറ്റൊരു ഹാൻഡിൽ നെയിം, അതായത് മറ്റാരും യൂസ് ചെയ്യാത്തൊരു ഹാൻഡിൽ നെയിം ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആരെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽ നെയിം അത് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല എന്നെല്ലാം കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹാൻഡിൽ നെയിം എല്ലാം ചേഞ്ചസ് വരുത്തി പുതിയൊരു ഹാൻഡിൽ നെയിം എല്ലാം കൊടുക്കണമെങ്കിൽ ഇവിടെ ചേഞ്ച് ഹാൻഡിൽ എന്നതിൽ പോയതിനു ശേഷം നമുക്ക് ഇതിനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതായത് ഇവിടെ നിന്ന് നമുക്കത് എഡിറ്റ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നും എഡിറ്റ് ചെയ്ത് നമുക്കത് കൺഫേം എന്ന് കൊടുത്തതിന് ശേഷം ഇത് സേവ് ചെയ്യാം. നിലവിൽ ഞാൻ ഇവിടെ ഈ ഒരു ഹാൻഡിൽ നെയിം ഇത് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതുപോലെ ഹാൻഡിൽ നെയിം എല്ലാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 to 30 ക്യാരക്ടറിനുള്ളിലായിരിക്കണം നമ്മുടെ ഹാൻഡിൽ നെയിം. അതുപോലെ ആൽഫബറ്റ്സ്, ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ 75 സപ്പോർട്ടഡ് ലാംഗ്വേജ്, 75 ലാംഗ്വേജിൽ ഇപ്പോൾ നമുക്ക് ഹാൻഡിൽ നെയിം എല്ലാം കൊടുക്കാമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് ഹാൻഡിൽ നെയിം കൊടുക്കണമെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് അവർക്ക് യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് ഏതാണ് അതിലേക്ക് നിങ്ങളുടെ ഹാൻഡിൽ നെയിമിനെ ചേഞ്ച് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻ എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഹാൻഡിൽ നെയിമിൽ ഇതുപോലെയുള്ള സിംബൽസ് എല്ലാം തന്നെ യൂസ് ചെയ്യാം. ഡോട്ട്, അതുപോലെ അണ്ടർസ്കോർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മെയിൽ ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഹാൻഡിൽ നെയിം എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ നെയിം എല്ലാം കൊടുക്കണമെങ്കിൽ അതിനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്